നിങ്ങളെ കൊണ്ട് -100°C ഉള്ള ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ എത്രത്തോളം ദിവസം അല്ലെങ്കിൽ എത്രത്തോളം സമയം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയും? ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. സോ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ ശരീരത്തിന് എത്രത്തോളം കൂടിയ അളവിലുള്ള തണുപ്പ് സഹിക്കാൻ കഴിയുമെന്നും അത്രയധികം വലിയ രീതിയിൽ തണുപ്പുള്ള ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരിക, അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടാൻ പോകുന്നത്. ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ വളരെ വിശദമായി തന്നെ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. സോ -100° എന്ന കൊടും തണുപ്പിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് സാധാരണ തണുപ്പ് നമ്മുടെ ശരീരത്തിന് വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെയൊക്കെ ശരീരത്തിലെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് 37°C ആണ്. സോ ഈ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് നമ്മുടെയൊക്കെ ശരീരം ഒരു 35°C കുറഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഹൈപ്പോതെർമിയ. സോ ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ശരീരം വിറയൽ, കൺഫ്യൂഷൻ, അതുപോലെ തന്നെ മരവിപ്പ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. സോ ഈ ഒരു 35°C നിന്ന് ടെമ്പറേച്ചർ നേരെ ഒരു 32 മുതൽ 28°C വരെ കുറഞ്ഞാൽ നേരത്തെ നമ്മുടെ ശരീരം കാണിച്ച ലക്ഷണങ്ങളായ വിറയല് മെല്ലെ നിൽക്കാൻ തുടങ്ങും. നമ്മുടെ ഹാർട്ട് ബീറ്റും അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജനൊക്കെ കുറഞ്ഞു തുടങ്ങും. നിങ്ങൾക്ക് ചിലപ്പോൾ തല ചുറ്റുന്നത് പോലെയും അതുപോലെ തന്നെ ബോധം പോകുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ടെമ്പറേച്ചർ നേരെ താഴേക്ക്, അതായത് 28°C താഴെയായി കുറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് കുറയുകയും സ്ലോ ആകുകയും നിങ്ങളുടെ ബോഡിയുടെ റെസ്പോൺസ് തന്നെ കുറഞ്ഞു വരികയും ചെയ്യും. ചില സമയത്ത് മരണം വരെ സംഭവിച്ചേക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ടെമ്പറേച്ചർ 15°C താഴെ കുറഞ്ഞിട്ടും രക്ഷപ്പെട്ട റയർ കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞതുപോലെ അത് വളരെ റയർ ആയിട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ. കോമൺ ആയിട്ട് ഇറ്റ്സ് ടു ഡേഞ്ചറസ്. ഇത് കൂടാതെ തണുപ്പ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനും കുറഞ്ഞു തുടങ്ങും. ഇനി നമ്മൾ മനുഷ്യർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞ ഏറ്റവും കുറഞ്ഞ താപനില, അതായത് ഏറ്റവും കൂടിയ തണുപ്പ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ലോകത്ത് വളരെ തണുപ്പുള്ള പ്രദേശങ്ങളായ റഷ്യയിലെ ഒയ്മ്യാക്കോൺ പോലെയുള്ള പ്രദേശങ്ങളിൽ സാധാരണ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പോലും -50°C മുതൽ -60°C വരെയാണ്. സോ പ്രത്യേക തരം വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെയുള്ള ആളുകളൊക്കെ പുറത്തിറങ്ങുക. അതുപോലെ തന്നെ അന്റാർട്ടിക്ക പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ റിസർച്ചസ് ഒക്കെ നടത്തുന്ന ശാസ്ത്രജ്ഞരൊക്കെ -80°C മുതൽ -90°C വരെയുള്ള കൊടും തണുപ്പിലാണ് താമസിക്കുന്നത്. ഇവരൊക്കെ പ്രത്യേകമായി ഡെവലപ്പ് ചെയ്ത ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കെട്ടിടങ്ങളിലൊക്കെയാണ് താമസിക്കുക. മാത്രമല്ല പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ബഹിരാകാശ യാത്രികരൊക്കെ യൂസ് ചെയ്യുന്നത് പോലെയുള്ള പ്രത്യേകതരം വസ്ത്രങ്ങളൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഒരു മനുഷ്യനെ കൊണ്ട് -100°C ജീവിക്കാൻ കഴിയുമോ? ഈ വീഡിയോ ഇത്രയും കണ്ട സ്ഥിതിക്ക് ആൻസർ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരിക്കലും സാധിക്കുകയില്ല. ഇത്രയും തണുപ്പിൽ ജീവിക്കുന്നത് പോയിട്ട് ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് അവിടെ ഒന്നും സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളൊരു ഐസ് പ്രതിമയായി മാറും. സോ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരുന്നത് ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം ഏതാണ് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് കാണാം. സോ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.